എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെക്ക് ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന അനുവും അൻരാജും കൂടെ നേരെ വീട്ടിലേക്ക് പോവായിരുന്നു. ഈ സമയത്ത് അനുവിനോട് അൻരാജ് പറഞ്ഞു, നമ്മളൊരു കാര്യം കുറെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെന്താ അൻരാജേട്ടാ അങ്ങനെ പറഞ്ഞേ? അല്ല, നമ്മൾ ഒരു കാര്യം കുറേ തവണ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമുക്ക് സാധിച്ചു കിട്ടുമെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചേക്കെന്ന് പറയാം. അല്ല, എന്തോ ഒരു കാര്യമുണ്ടല്ലോ, ഞാൻ പലപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ട്. നിന്നോടൊപ്പമുള്ള ഈ യാത്ര, കാരണം നമ്മൾ രണ്ടും ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യണമെന്ന്, നിന്നെ വിവാഹം കഴിച്ചിട്ട് അങ്ങനെ കല്യാണം നടക്കില്ല എന്ന് ഓർത്തിരുന്ന സമയത്തല്ലേ അത്ഭുതകരമായിട്ട് ആ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു കടാക്ഷമെന്ന് പറയുകയാണ്. അനുപർ ശരിയാ, രാജേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ശ്രീരാജിനെ വിവാഹം കഴിക്കേണ്ട ആളല്ലേ. ആ സമയത്ത് ഗിരിദേവനും ഉണ്ണിമോളും വാവരും ഒക്കെ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ശ്രീരാജിൻ്റെ ഭാര്യയായിട്ട് തുടർന്നേനെ. അവനെപ്പോഴൊരു ദുഷ്ടൻ്റെ മുന്നിൽ എനിക്ക് തല കുനിച്ചു കൊടുക്കേണ്ടി വന്നേനെ. കൃത്യസമയത്ത് തന്നെ ഗിരിദേവൻ വന്നിട്ട് എൻ്റെ കണ്ണ് തുറപ്പിച്ചു. അതുകൊണ്ടല്ലേ എനിക്ക് രാജേട്ടനെ പോലെ നല്ലൊരാളെ വിവാഹം കഴിക്കാൻ സാധിച്ചെന്ന് ചോദിക്കുക. ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അൻരാജ് പറഞ്ഞു, നമുക്ക് ഗിരിദേവനും ഉണ്ണിമോക്കൊക്കെ നല്ലൊരു ട്രീറ്റ് കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ്. ഇത്ര നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തന്നല്ലേ, പിന്നീട് നമ്മളവരെ കണ്ടുപോലും ഇല്ലോ എന്ന് ചോദിക്കണം. അനു പറഞ്ഞു, ശരിയാണ്, അവരെ വിളിക്കണം, അവർക്ക് നല്ലൊരു ട്രീറ്റ് ഒക്കെ കൊടുക്കണം. നമ്മൾ ഇങ്ങനെ ഒന്നിക്കാൻ കാരണം തന്നെ അവരല്ലേ, അവരെ വിളിച്ച് ഉപദേശിച്ചുകൊണ്ടല്ലേ എൻ്റെ മനസ്സ് മാറിയത് എന്നൊക്കെ അനു പറയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് അയ്യപ്പസ്വാമിനെ വാവനെ കാണുന്നുണ്ട്. അൻരാജേട്ടാ, ഒരു മിനിറ്റ് ഒന്ന് വണ്ടി നിർത്തിക്കേ. എന്താനു? ദേ വാവരും ഗിരിദേവനും ആ പോണേ, നമ്മളിപ്പോൾ പറഞ്ഞ് നാക്കെടുത്തല്ലേ ഉള്ളൂ, ഇത് നൃത്തമ്മ കണ്ടിട്ട് പോകാമെന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കാറ് തുറന്നിറങ്ങുവാണ്. അങ്ങനെ അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്താ രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തിലാന്ന് പറയണം. ഞങ്ങളുടെ സന്തോഷത്തിന് കാരണം ഗിരിദേവനും വാവരും ഒക്കെ അല്ലേ, അപ്പോൾ ഒരു നന്ദി പറയണ്ടേ, അതിനു വേണ്ടി വന്നാ ഒന്ന് കാണാൻ വേണ്ടിയിട്ടിരിക്കുമായിരുന്നു. കൃത്യസമയത്ത് തന്നെ കണ്ടു കിട്ടിയത്. ഇപ്പം നിങ്ങളുടെ കാര്യം അങ്ങോട്ട് പറഞ്ഞോളെന്ന് പറയാം. അല്ല, എന്താ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞതെന്ന് ഗിരിദേവൻ ചോദിക്കുക. അതെ, നിങ്ങൾക്കൊരു ട്രീറ്റ് തരണമെന്ന് ഗിരിദേവനും വാവർക്കും ഉണ്ണിമോക്കും ഒരു ട്രീറ്റ് തരണമെന്നോ ആഗ്രഹിച്ചേ. അതെ, ടൗണിലെ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് ഇഷ്ടമുള്ള ഫുഡ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാമെന്ന് പറയാം. ഗിരിദേവൻ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ വരുന്നില്ല എന്ന് പറയാം. അതെന്താ ഗിരിദേവ അങ്ങനെ? പെട്ടെന്ന് വാവര് പറഞ്ഞു, ടൗണിലേക്ക് കൊണ്ടുപോയിട്ട് മസാല ദോശയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു തരാനല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നേ ചോദിക്കുകയാണ്. അല്ല, അതൊക്കെ എങ്ങനെ വാവർക്കറിയാം? അതെ, അതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ കഴിയും. പക്ഷേങ്കിലേ ഞങ്ങളുടെ മനസ്സ് സന്തോഷിക്കണമെങ്കിൽ ആദ്യം ഉണ്ണിമോളെ സന്തോഷിപ്പിക്കണം എന്ന് പറയാം. ഉണ്ണിമോളെ സന്തോഷിപ്പിക്കണം, അതെങ്ങനെ? ഗിരിദേവൻ പറഞ്ഞു, ആദ്യം ഉണ്ണിമോളെ സന്തോഷിപ്പിക്കുക. ഉണ്ണിമോള് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും സന്തോഷിക്കും, മാവര് സന്തോഷിക്കും എന്ന് പറയാം. പക്ഷെ ഉണ്ണിമോളുടെ വീട് ഞങ്ങൾക്ക് അറിയത്തില്ലോ എന്ന് പറയാം. വീടൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് ഗിരിദേവൻ ഉണ്ണിമോളുടെ വീട് എവിടെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് ശരി, ആദ്യം ഞങ്ങൾ ഉണ്ണിമോളെ കണ്ടിട്ട് വരാം, എന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കാറിൽ കയറി അങ്ങോട്ട് ഉണ്ണിമോളുടെ വീട് ലക്ഷ്യമാക്കി ഞങ്ങൾ നീങ്ങുവാണ്. അങ്ങനെ ഉണ്ണിമോളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേന് ദേവകിയമ്മ ഉമ്മർത്തിരിക്കുന്നുണ്ടായിരുന്നു. ചീരയൊക്കെ അരിഞ്ഞ് അങ്ങനെ ഇരിക്കുവാണ്. അനു അൻരാജും കൂടെ അങ്ങോട്ട് ചെന്നിട്ട് ദേവകിയമ്മയോട് ചോദിച്ചു, അല്ല മുത്തശ്ശി, എന്നെ മനസ്സിലായെന്ന് അനു ചോദിക്കുകയാണ്. അല്ല മോളെ, മുത്തശ്ശിക്ക് മനസ്സിലായില്ലേ? അന്ന് ഓർമ്മയുണ്ടോ കൈ പിടിച്ച് ക്ഷേത്രത്തിൽ നിന്ന് മുത്തശ്ശി ആ വീടിൻ്റെ അടുത്തുകൊണ്ട് ആക്കിയത്? ഓ, മനസ്സിലായി, ഇപ്പം മനസ്സിലായെന്ന് പറയണം. എന്താ മോളെ, കല്യാണമൊക്കെ കഴിഞ്ഞില്ലേന്ന് ചോദിക്കണം. കല്യാണം കഴിഞ്ഞു, ഇതാ എൻ്റെ ഭർത്താവ്. പക്ഷേ മുത്തശ്ശിയോട് അന്ന് പറഞ്ഞ അയാളെയല്ലേ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്, ഇതെൻ്റെ മുറച്ചെറുക്കനാന്ന് പറയാണ്. പിന്നീട് മുത്തശ്ശിയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എന്നോട് ഉണ്ണിമോൾ ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു. അന്നേ ഞാൻ പറഞ്ഞതാണ്, അൻരാജ് നല്ലവനാണ്. ശ്രീരാജിനെ പോലുള്ള ഒരുത്തനെ പണമോഹിനെ കിട്ടുന്നേക്കാളും ഭേദം അൻരാജിനെ കല്യാണം കഴിക്കുന്നതെന്ന്. പിന്നീട് അനു പറഞ്ഞു, ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ച് ഗിരിദേവനാണ്. ഗിരിദേവനും വാവരും ഉണ്ണിമോളും കൂടിയാണ്. ഗിരിദേവന് ഉണ്ണിമോളെയാണ് അന്ന് എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടെ. ഗിരിദേവനെ ഞാൻ പോയി വിളിച്ചത്. അന്ന് മുത്തശ്ശനോട് പറഞ്ഞില്ലായിരുന്നോ ഗിരിദേവൻ വന്നിട്ടുണ്ടെങ്കിൽ മോളുടെ കഷ്ടകാലങ്ങളൊക്കെ മാറുമെന്ന്? പക്ഷേ ഗിരിദേവന് പകരം ഗിരിദേവൻ ഉണ്ണിമോളെ പറഞ്ഞു വിടുക ചെയ്തത്. ഉണ്ണിമോള് വന്നതോടുകൂടി കാര്യങ്ങളെല്ലാം മംഗളകരമായിട്ട് നടന്നതെന്ന് പറയാം. അല്ല, ഉണ്ണിമോൾ എന്തേ? അവളിതിരായിട്ട് കണ്ടില്ലല്ലോ എന്ന് പറയണം. അവൾ അകത്തുണ്ടെന്ന് പറയാം. ഈ സമയത്ത് മുത്തശ്ശിന്നും പറഞ്ഞ് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഉണ്ണിമോള് കണ്ടു അനുവിനെ അൻരാജിനെ. അനുചേച്ചി എന്ന് പറഞ്ഞ് ഓടി വന്ന് അനുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. അല്ല, ഉണ്ണിമോളെ പിന്നെ കണ്ടേ ഇല്ലെന്ന് പറയാം. അത് ചേച്ചി, അതെ, ഉണ്ണിമോളും വാവരും ഗിരിദേവനും കാരണം കേട്ടോ എൻ്റെ ജീവൻ രക്ഷപ്പെട്ടെ എന്ന് പറയണം. അതെ, എനിക്ക് ആ ശ്രീരാജേട്ടനെ ഇഷ്ടമില്ലായിരുന്നു, ആദ്യം മുതലേ ഇഷ്ടമില്ലായിരുന്നു. അൻരാജേട്ടനെ കല്യാണം കഴിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. ഞാൻ അയ്യപ്പസ്വാമിയോട് പറയുകയും ചെയ്തു, അനുചേച്ചിക്ക് കൊണ്ട് ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു പറയാം. പറഞ്ഞു, ശരിയാ, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്ക് ഇത്ര നല്ലൊരു വിവാഹ ജീവിതം കിട്ടിയെന്ന് അനു പെട്ടെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടോണ്ട് അൻരാജ് മിണ്ടാതിരിക്കുക. അപ്പം അൻരാജ് പറഞ്ഞു,
ഞങ്ങൾ ഗിരിദേവനും അവരെയും വഴിക്ക് വെച്ച് കണ്ടായിരുന്നു പറയാം. എന്നിട്ടോ ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോളെ ആദ്യം പോയി സന്തോഷിപ്പിക്കണമെന്ന് പറഞ്ഞ്. എന്നെ സന്തോഷിപ്പിക്കുകയാണോ? എന്തിന്? അതെ, ഞങ്ങൾക്ക് അവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാനാ ഞങ്ങൾ അവരെ വിളിച്ചത്. പക്ഷേ ഫുഡൊന്നും വേണ്ട, ആദ്യം ഉണ്ണിമോളെ പോയി സന്തോഷിപ്പിക്കുക, അതിന് ശേഷം മതി ഞങ്ങൾക്ക് ട്രീറ്റ് എന്നാ പറഞ്ഞേ. എനിക്കെന്താ, എനിക്ക് സന്തോഷമായി. എനിക്ക് എൻ്റെ ആ ചേട്ടനും അനുചേച്ചി ഒന്നിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സന്തോഷമായി. ഇതിനേക്കാളും വലിയ ട്രീറ്റൊന്നും എനിക്ക് വേണ്ടെന്ന് പറയാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ തരാമെന്ന് പറയാം. പെട്ടെന്ന് അനു എന്ത് ചെയ്യാണ്, തൻ്റെ കഴുത്തിൽ കിടക്കുന്നൊരു സ്വർണ്ണമാല അങ്ങോട്ട് ഊരുവാണ്. ഊരിയിട്ടത് ഉണ്ണിമോളുടെ കഴുത്തിലേക്ക് അങ്ങോട്ട് ഇടാൻ തുടങ്ങുകയാണ്. ഉണ്ണിമോൾ പറഞ്ഞു, വേണ്ട, ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറയാണ്. ഇതെൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ, ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇടുവാണ്. പിന്നീട് അവർ യാത്ര നമുക്ക് കാണാം കേട്ടോ, ഇടയ്ക്ക് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. ദേവയും പറഞ്ഞു, കണ്ടില്ലേ മുത്തശ്ശി, ഞാനിത് വേണ്ടാന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി തന്നല്ലേ, ഇരിക്കട്ടെ എന്ന് പറയാണ്. ഈ സമയത്ത് ഗിരിദേവനും ബാബനും കൂടെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ്. അപ്പൊ തിരുമേനി ഇങ്ങോട്ട് ഇറങ്ങി വരിക. തിരുമേനിയുടെ കയ്യിൽ ഒരു തട്ടത്തിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ. അപ്പം ഗിരിദേവന് ഇങ്ങനെയപ്പോഴത്തേനും ഗിരിദേവനോട് പറഞ്ഞു, ഗിരിദേവ, അതെ, എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പറയും. എന്താ തിരുമേനി പറഞ്ഞു, ഈ തട്ടത്തിലുള്ളതേ ഇവിടെ ഓരോരുത്തർ കൊണ്ടേ കൊടുത്ത് ഓരോരുത്തരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമായി കഴിയുമ്പോഴത്തേനും അവർ കുറച്ച് പൊട്ടും പൊടിയായിട്ടുള്ള സ്വർണ്ണങ്ങളെ കൊണ്ടേ കൊടുക്കൂല്ലോ, അങ്ങനെ ഇതാണ്. പക്ഷെ ഇവിടുത്തെ ഭഗവാന് മാലയില്ല സ്വർണത്തിന്റെ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഭഗവാന്റെ കഴുത്തിൽ മാല കാണണം എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം കൂടെ കൊടുത്ത് മാറിയെടുക്കുവാണെങ്കിൽ ഒരു പക്ഷേ ഒരു മാല പണിയാനുള്ളത് കിട്ടിയിരിക്കും. തട്ടാൻ്റെ കൈ കൊടുക്കാന്ന് ഓർത്ത് ഇറങ്ങിയതാ, പക്ഷെ ഇതും കൊണ്ട് തികയോന്ന് അറിയില്ല എന്ന് പറയാ. ഗിരിദേവൻ ചോദിച്ചു, അല്ല അതെന്തിനാ ഇപ്പൊ ഭഗവാന് മാല? അതിപ്പം നമ്മുടെ മനസ്സിൽ ആഗ്രഹം കാണത്തില്ലേ, നമ്മുടെ മക്കൾക്കൊരു മാല മേടിച്ചു കൊടുക്കണമെന്ന്. ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ എല്ലാ സങ്കടങ്ങളും എല്ലാ സന്തോഷങ്ങളും എല്ലാം ഞാൻ ഭഗവാനോട് പറയണേ, അതറിയാലോ. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, എനിക്കത് അറിയാവുന്ന. അതെങ്ങനെ ഗിരിദേവൻ അറിയാവുന്നേ? ബാബര് അതിപ്പോൾ പുറത്തു വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു പക്ഷേ തിരുമേനി അകത്ത് അയ്യപ്പസ്വാമിയോട് തൻ്റെ സങ്കടങ്ങളും വഴക്കും എന്തുണ്ടെങ്കിലും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അയ്യപ്പസ്വാമിയോട് അല്ലേ പറയുന്നത്. അപ്പം അതൊക്കെ കേട്ടതായിരിക്കും എന്ന് പറയാം. ഓ ശരി, അങ്ങനെ അല്ല, എൻ്റെ ആഗ്രഹം സഫലമാവുമെന്ന് അറിയില്ല, എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം എന്ന് പറയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണിമോൾ വന്ന് ഗിരിദേവാന്ന് വിളിക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾ ഓടി ഗിരിദേവൻ്റെ ബാവയുടെ അടുത്തേക്ക് എത്തുകയാണ്. ഗിരിദേവ, എന്നെ കാണാൻ അനുചേച്ചി വന്നായിരുന്നു പറയാം. എന്നിട്ടോ ഇന്ന് കണ്ടോ, എനിക്കൊരു സ്വർണ്ണമാല കൊണ്ട് സമ്മാനമായിട്ട് തന്നു. ഞാൻ ഒന്നും ചോദിച്ചിട്ടൊന്നുമല്ല, അല്ലാതെ ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നിട്ട് പോയെന്ന് പറയാം. ഞാൻ വേണ്ടാന്നൊക്കെ ആകുന്നേ പറഞ്ഞാ, പക്ഷെ എന്ത് ചെയ്യാനാ, തന്നിട്ട് പോയെന്ന് പറയാം. ഗിരിദേവന് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുകയാണ്. അല്ല ഉണ്ണിമോളെ, എൻ്റെ അടുത്തും അവർ വന്നിട്ടുണ്ടായിരുന്നു, ഫുഡ് കഴിക്കാനായിട്ടൊക്കെ വിളിച്ചു, പക്ഷെ ഞാൻ പോയില്ല എന്ന് പറയണേ. അപ്പോൾ ബാബര് പറഞ്ഞു, ഗിരിദേവൻ പറഞ്ഞു ആദ്യം ഉണ്ണിമോളെ പോയി സന്തോഷിപ്പിക്കാനായിട്ട്, എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞ്, അതുകൊണ്ട് അവർ ആദ്യം അങ്ങോട്ട് വന്നേന്ന് പറയാം. അല്ല ഉണ്ണിമോളെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഉണ്ണിമോൾക്ക് ഈ മാല സമ്മാനമായിട്ട് കിട്ടിയല്ലോ, ഈ മാല ഞാൻ ഉണ്ണിമോളോട് ചോദിച്ചിട്ടുണ്ട്, ഉണ്ണിമോൾ എനിക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ്. ഈ മാലയോ? അതെ, ഈ മാല ഉണ്ണിമോൾ എനിക്ക് തരുമോ എന്ന് ചോദിക്കുക. ഒരു നിമിഷം ഉണ്ണിമോളെന്ന് ആലോചിച്ചു. പിന്നീട് പറഞ്ഞു, ഗിരിദേവൻ ചോദിച്ചാൽ ഞാൻ തരില്ലേ, ഞാൻ ഉറപ്പായിട്ടും തരും, എനിക്ക് ഗിരിദേവനെ അത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആ മാല അങ്ങോട്ട് ഊരി ഗിരിദേവൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. പക്ഷെ ഗിരിദേവൻ അത് വാങ്ങിയില്ല. വാങ്ങുന്ന പോലെ കാണിച്ചിട്ട് പറഞ്ഞു, അതെ എനിക്ക് വേണ്ടാന്ന് പറയാം. അതെന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞത്? ഇല്ല, ഒന്നുമില്ല, ഞാൻ ഉണ്ണിമോളുടെ മനസ്സറിയാൻ വേണ്ടി ചോദിച്ചാന്ന് പറയാണ്. ഈ സമയത്ത് ഗിരിദേവൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, അതെ തിരുമേനിക്കുണ്ടല്ലോ ഇവിടുത്തെ ഭഗവാന്റെ കഴുത്തിലൊരു മാല കാണുമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. തിരുമേനി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോൾ ഈ മാല ഭഗവാന് കൊടുക്കുമെന്ന് ചോദിക്കുകയാണ്. അതോ ഞാൻ ചോദിക്കുവാണെങ്കിൽ എനിക്കാണോ തരുന്നത്, അതോ ഇവിടുത്തെ ഭഗവാനാണോ ഉണ്ണിമോൾ ഈ മാല കൊടുക്കണേന്ന്? എന്ത് മറുപടി പറയുന്നത് ഉണ്ണിമോൾക്ക് അറിയത്തില്ല, താൻ ആകെ പെട്ടുപോയല്ലോ. അപ്പോൾ ഗിരിദേവനോട് പറഞ്ഞു, അല്ല ഗിരിദേവനല്ലേ എന്നോട് മാല ചോദിച്ചത്, അയ്യപ്പ ഭഗവാൻ എന്നോട് മാല ചോദിച്ചില്ലല്ലോ. ചോദിച്ചുകൊണ്ടല്ലേ എനിക്ക് ഗിരിദേവന് തരാൻ പറ്റുന്നേ, പക്ഷെ ചോദിക്കുവാണല്ലോ എനിക്ക് അയ്യപ്പസ്വാമിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. പെട്ടെന്ന് അവിടുത്തെ മണി ഇങ്ങനെ തന്നെ ശബ്ദിക്കുകയാണ്. ബാബര് പറഞ്ഞു, കണ്ടില്ലേ ഉണ്ണിമോളോട് മാല ചോദിക്കുക, തന്നെ മണിയുടെ ശബ്ദം മുഴങ്ങിയത് കേട്ടില്ലേന്ന് ചോദിക്കുകയാണ്. ഉണ്ണിമോൾ ആകെ പെട്ടുപോയി. ഗിരിദേവന് കൊടുക്കണോ അയ്യപ്പസ്വാമിക്ക് കൊടുക്കണോ? ഉണ്ണിമോൾ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം അല്ല ഗിരിദേവന് തന്നാൽ പോരെ, അയ്യപ്പസ്വാമിക്ക് എന്തിനാ ഈ മാലയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് പറഞ്ഞ്, തിരുമേനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇവിടെ അയ്യപ്പസ്വാമിയുടെ കഴുത്തിൽ ഒരു മാല കാണണമെന്നുള്ളത്, പക്ഷേ അതിനുള്ള സ്വർണ്ണമൊന്നും തിരുമേനിയുടെ കയ്യിലില്ല ഒരു മാല ഉണ്ടാക്കാനുള്ളത്, അതാ ചോദിച്ചതെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, ഞാനേ മുത്തശ്ശിയോടൊന്നും പോയി ചോദിക്കട്ടെ, മുത്തശ്ശി എന്താ പറയണമെന്ന് അറിയാലോ, മുത്തശ്ശിയുടെ തീരുമാനം അറിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ഉണ്ണിമോള് പെട്ടെന്ന് ആ മാലയും കഴുത്തിലിട്ടിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. മുത്തശ്ശിയുടെ മുത്തശ്ശി എന്ത് പറ്റി ഉണ്ണിമോളെന്ന് ചോദിക്കുകയാണ്. അത് മുത്തശ്ശി, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്ന. എന്താ? അതെ, എന്നോട് ഈ മാല ഗിരിദേവൻ ചോദിച്ചു കൊടുക്കാവോന്ന്. അതിന് ഗിരിദേവൻ ചോദിച്ചാൽ മാല കൊടുക്കണം, പക്ഷേ ഗിരിദേവൻ ഒരു കാര്യം കൂടെ പറഞ്ഞു,
അവിടുത്തെ അയ്യപ്പസ്വാമിക്ക് ഈ മാല കൊടുക്കുമെന്ന് ഗിരിദേവൻ ചോദിച്ചാലാണോ അയ്യപ്പസ്വാമി ചോദിച്ചാലാണോ ഞാൻ മാല കൊടുക്കണേന്ന്. ഇപ്പം ഞാൻ എന്താ മുത്തശ്ശി ചെയ്യേണ്ടേ, ഞാൻ ആർക്കാ മാല കൊടുക്കണ്ടേന്ന് ചോദിക്കണം. മുത്തശ്ശി പറഞ്ഞു, അല്ലെങ്കിലും അയ്യപ്പസ്വാമിക്ക് എന്തിനാ മോളുടെ ഈ മാല? ഗിരിദേവനല്ലേ ചോദിച്ചേ, ഗിരിദേവന് കൊടുത്തോളാൻ പറയാം. പക്ഷെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയ്യപ്പസ്വാമി എന്നോട് പിണങ്ങോന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും വരാൻ വഴിയില്ല. ഒരു കാര്യം ചെയ്യാം, മോൾ ആരെയും പിണക്കണ്ട. ഗിരിദേവനോട് പോയി പറഞ്ഞിട്ട് ഗിരിദേവന്റെ സമ്മതത്തോട് കൂടിയിട്ട് അയ്യപ്പസ്വാമിക്ക് കൊടുത്തു. അപ്പം പിന്നെ കുഴപ്പമില്ലോ എന്ന് പറയണം. ഉണ്ണിമോൾക്ക് തോന്നി ശരിയാ പറഞ്ഞത്. അപ്പോൾ ഉണ്ണിമോൾ നേരെ ഗിരിദേവന്റെ അടുത്തേക്ക് പോവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.